ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ടാരോ യൂണിവേഴ്സ് 1111 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിഷുവൊക്കെ ഉഷാറായോ? പിന്നെന്താണ് വിശേഷം? പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പ്ലീസ് യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേഴ്സൻ്റെ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ? പ്ലീസ് യൂണിവേഴ്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേഴ്സൺ അവരെ പറ്റി എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നീ അവരുടെ അടുത്തുനിന്ന് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എന്ത് ആക്ഷൻസാണ് ഉണ്ടാവുക എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എല്ലാവരും നന്നായി ശ്വാസം എടുത്ത് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട് മനസ്സിൽ ചിന്തിക്കുക കേട്ടോ. 2-3 വട്ടം അവരുടെ പേര് നിങ്ങൾ പറയുക. അവരെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കോട്ടെ. നമുക്ക് യൂണിവേഴ്സ് എന്താണ് ഉത്തരം തരുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള കാർഡുകൾ സ്റ്റാറും ഹൈ പ്രീസ്റ്റസും 6 ഓഫ് പെൻറ്റക്കിൾസും ആണ്. നമുക്കിപ്പോൾ അവരുടെ എനർജി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് തീവ്രമായതും ആഴത്തിലുള്ളതുമായ സോൾ ലെവലുള്ള ഒരു പ്രണയമാണ് തോന്നുന്നത്. പക്ഷെ അവർ ഇപ്പോൾ അവർക്ക് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ സാധിക്കുന്നുണ്ടാവില്ല. ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. സ്റ്റാർ കാർഡ് വെച്ച് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്നും അവരുടെ ഒരു വഴികാട്ടിയും പ്രതീക്ഷയും ഒക്കെയാണെന്നും കരുതുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഒപ്പം ജീവിക്കണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിൽ എത്തണമെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി സമയവും ധനമൊക്കെ ചെലവാക്കണമെന്നും നിങ്ങൾ ശരിക്കും ട്രീറ്റ് ചെയ്യണമെന്നും അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 പോസിറ്റീവ് കാർഡുകളാണ്. പക്ഷേ നമുക്ക് ഇത് 3 പോസിറ്റീവ് കാർഡുകളാണ്. പക്ഷെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 8 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ അത് ചെറിയൊരു നെഗറ്റീവ് കാർഡാണ്. അവർക്ക് എന്തോ മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു ശൂന്യതയും വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്തിലും ഒന്ന് അവർ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷമിക്കേണ്ട, എനർജി മാറി വരും കേട്ടോ. നന്നായി പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി താങ്ക് യു യൂണിവേഴ്സ്. ഐ ക്ലെയിം പോസിറ്റീവ് എനർജി എന്നും കൂടി കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്ത റീഡിങ്ങുമായി അടുത്ത ദിവസം വരാം.